അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ച നിലക്കടലയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയും എടുക്കാം. പക്ഷെ കുറച്ച് 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പച്ച നിലക്കടല ആയതുകൊണ്ട് കുറച്ച് സമയം റോസ്റ്റ് ചെയ്യേണ്ടി വരും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചാലേ ഉള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ദിവസവും ഒരു പിടി നിലക്കടല കഴിക്കുന്നത് ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും നിലക്കടല ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദിവസവും ഒരു കൈപ്പിടി നിലക്കടല കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും മുടി നന്നായി വളരാനും ഒക്കെ നല്ലതാണ്. ഇപ്പൊ നിലക്കടലയിൽ വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിന് നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് നിലക്കടല ദിവസവും കഴിക്കുന്നത്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നിലക്കടല എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചൂട് മാറിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നിലക്കടല റോസ്റ്റ് ചെയ്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ കടായിൽ തന്നെ 250 ml കപ്പിന് 1/2 കപ്പ് എള്ളിട്ട് കൊടുക്കാം. വെള്ള എള്ളോ കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എള്ളിലെ കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ എള്ളിലെ നല്ല കൊഴുപ്പുകളും ആന്റി ഓക്സിഡന്റുകളും ഒക്കെ ഉള്ളത് കൊണ്ട് കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെയൊക്കെ സംരക്ഷിച്ച് വെക്കാനൊക്കെ നല്ലതാണ് എള്ള് ദിവസവും കഴിക്കുന്നത്. എള്ളിലെ നല്ല കൊഴുപ്പുകളും ആന്റി ഓക്സിഡന്റുകളും ഉള്ളതിനാൽ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെ സംരക്ഷിക്കും. എള്ളിലെ മാഗ്നീഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലതാണ്. വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ നല്ലതാണ്. മാനസിക പിരിമുറുക്കം മാറ്റി നല്ല ഉറക്കം കിട്ടാനും പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിച്ച് നിർത്താനും ഒക്കെ നല്ലതാണ് ഈ എള്ള്. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അയണിന്റെ കുറവുള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ടീനേജിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ നല്ലതാണ് എള്ള് കഴിക്കുന്നത്. പ്രായം കൂടി വരുന്നതൊക്കെ കുറച്ച് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ എള്ള്. അപ്പൊ എള്ളിന്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയുടെ ചൂടെല്ലാം മാറിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്തെടുത്ത എള്ളിൻ്റെ ചൂടും മാറിയിട്ടുണ്ട്. ഈ നിലക്കടലയുടെ കൂടെ തന്നെ ഈ റോസ്റ്റ് ചെയ്തെടുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിലക്കടലയും എള്ളും കൂടി പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആ നിലക്കടലയുടെ ഉണ്ടാവണം. ചെറിയ തരിതരിപ്പോട് കൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോവാതെ ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കാം. ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാവും. ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങ എടുത്താലും മതി. ഇപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, ഒരു മുറി തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കാം. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് വേണ്ടത്. നമ്മൾ ചെറുകിയ എടുത്ത തേങ്ങയായാലും 1 കപ്പ് തേങ്ങ എടുക്കുക. അതുപോലെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ നിലക്കടലയും തേങ്ങയും എള്ളും ഒക്കെ അളന്നെടുത്താൽ മതി. വീണ്ടും നമുക്ക് അതേ കടായി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. തേങ്ങയിലുള്ള വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയിലുള്ള ആ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ കുറേ നാൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി കിട്ടണം. നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. 250 ml കപ്പിന് 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര തന്നെ എടുക്കുക. ഇപ്പോൾ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര നോക്കി എടുക്കുക. കല്ലും മണ്ണും ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കരിപ്പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു സമയം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, പിന്നെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കയുടെ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഏലക്കയുടെ ഫ്ലേവറൊന്നും വേണ്ടാത്തവർക്ക് ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഏലക്കപ്പൊടി ഇല്ലാതെയും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇതിൽ ഏലക്കപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റും മണമൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. മാറിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അസുഖങ്ങൾ വരാതിരിക്കാനും മുടിക്കും ചർമ്മത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. 1 സ്പൂൺ നെയ്യ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദിവസവും രാവിലെ 1 കഴിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്